കഴിഞ്ഞ പെരുന്നാളിന് ഞങ്ങളൊരു മെഹന്തി കോമ്പറ്റീഷന് പോയിരുന്നു. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ ACV ആണ് നടത്തുന്നത്. ഇത് തുടർച്ചയായിട്ട് 13ാമത്തെ വർഷമാണ് ഇവർ ഈ ഒരു കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ 7ാമത്തെ വർഷത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അന്ന് എനിക്ക് 10th പ്ലേസ് കിട്ടിയായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത മെഹന്തി. എൻ്റെ ഫ്രണ്ട് ആതിരയാണ് എൻ്റെ ടീമിൽ എൻ്റെ കമ്പാനിയനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. 2 കൈയിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ചെയ്യണമെന്നായിരുന്നു റൂൾ ഉണ്ടായിരുന്നത്. ഇതെൻ്റെ സിസ്റ്റർ ചെയ്തതാണ്. അവളും ഈ ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ചെയ്ത് കഴിഞ്ഞവർ ക്യൂ ആയി നിന്നിട്ട് ജഡ്ജസിന് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. നെക്സ്റ്റ് 130. അങ്ങനെ അവർ ടോപ്പായിട്ടുള്ള 15 ടീംസിനെ ചൂസ് ചെയ്തിരുന്നു. അതിൽ ഞങ്ങളുടെ ടീമും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷനിൽ സ്പെഷ്യൽ ഗസ്റ്റാണ് മുഹമ്മദ് മുഹസിൻ MLA. ഇവരുടെ എല്ലാ കോമ്പറ്റീഷനിലും എല്ലാ വർഷവും MLA ഉണ്ടാവാറുണ്ട് സ്പെഷ്യൽ ഗസ്റ്റായിട്ട്. പ്രാചീനമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പഴക്കമുള്ള ആർട്ട് ഫോമാണ് സ്കിൻ ആർട്ടാണ് മൈലാഞ്ചി. നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഏറ്റവും എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആളുകൾക്കും ഇതിൽ പങ്കുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രത്യേകിച്ച് ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ ഹിന്ദു ആചാരങ്ങളുടെ ഭാഗമായിട്ട് പോലും വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് മൈലാഞ്ചിയെ കാണുന്നത്. അതേ സമയത്ത് നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ മുസ്ലിം കല്യാണങ്ങൾക്കാണ് വലിയ പ്രാധാന്യം കൊടുക്കാറ്. പൊതുവെ എല്ലാവരും ഈജിപ്തിലാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്നാണ് പറയുന്നത്. ഈ മൈലാഞ്ചി അരച്ച് അതിമനോഹരമായി നമ്മുടെ ഇന്നിപ്പോൾ ബോഡി ആർട്ടിന് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പെർമനന്റ് ആയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ട്. ഒരു തവണ പച്ച കുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പോകില്ല, അതങ്ങനെ നിൽക്കും. ഇതങ്ങനെയല്ല. നമുക്ക് ഓരോ സീസൺ അനുസരിച്ച് ഓരോ സമയത്ത് ഓരോ ഫെസ്റ്റിവൽ അനുസരിച്ച്. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് 9th പൊസിഷനാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു കോമ്പറ്റീഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഗിഫ്റ്റ് അവർ തരും. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ടാവും കേട്ടോ. എല്ലാവരും വളരെ മികച്ച രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതില് 1ാം സ്ഥാനക്കാരെ കണ്ടുപിടിക്കുക, എന്തായാലും 1ാം സ്ഥാനം വേണമല്ലോ. അപ്പൊ അത് അത്യാവശ്യം നല്ല റിസ്കിലാണ് ജഡ്ജസ് ചെയ്തിട്ടുള്ളത്. എന്തായിരുന്നാലും ഞാൻ അവരുടെ പേര് പറയുകയാണ്, ഇവിടെ അനൗൺസ് ചെയ്യാണ്. വന്നോളൂ. 119 ഷഹന ഫാസിൽ ആൻഡ് അർച്ചന. ഷഹന ഫാസിൽ ആൻഡ് അർച്ചന. ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ള വിജയികൾക്ക് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യുന്നത് ACV ന്യൂസ് നൽകുന്ന ഗോൾഡ് കോയിൻ, ട്രോഫി ആൻഡ് ഗിഫ്റ്റ്, കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന സമ്മാനം, പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന സമ്മാനം, സാമിയ വെഡിംഗ് പാലസ് നൽകുന്ന സമ്മാനം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഡിസൈന്. ഇവർ അർഹിക്കുന്ന ടീമിന് തന്നെ ഫസ്റ്റ് പ്രൈസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ഫീൽ ചെയ്തത്. അല്ലെങ്കിൽ ചില കോമ്പറ്റീഷനൊക്കെ പോയാൽ അവർ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസൊക്കെ ചൂസ് ചെയ്ത് കണ്ടാൽ നമുക്ക് ആകെ കിളി പോകും കേട്ടോ. അങ്ങനെയുള്ളൊരു ഫീലിംഗ് നമുക്ക് ഇവിടെ വന്നിട്ടില്ല. ഡിസേർവിങ് ആയിട്ടുള്ള ടീമിന് തന്നെയാണ് അവർ ഫസ്റ്റ് പ്രൈസ് കൊടുത്തത്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് തന്നെ അതൊക്കെ തുറന്നു. പട്ടാമ്പിയുള്ള റോയൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കോമ്പറ്റീഷന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റ്. ഒരു ജഗ്ഗും പിന്നെ 3 കണ്ടെയ്നേഴ്സും ആണ്. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ എൻ്റെ സിസ്റ്ററിന് കിട്ടിയ ഗിഫ്റ്റാണ് അവളീ പൊട്ടിക്കുന്നത്. ഒരു ടീമിലുള്ള 2 പേർക്കും അവർ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് കിട്ടിയത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ തന്നെ ഇത് തുറന്നത്.
അങ്ങനെ കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഒരു കൊളാബ് വർക്കിന് വേണ്ടിയിട്ട് വളാഞ്ചേരിയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ മർവമോളെയും കൂടെ കൂട്ടി. തമ്മിൽ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും, നെദ ഷെരീഫിനാണ് ഞങ്ങൾ മെഹന്തി ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഞങ്ങളൊരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇവിടുന്ന് ഒരു 45 മിനിറ്റ് ദൂരമാണ് വളാഞ്ചേരിക്കുള്ളത്. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആവാറായപ്പോൾ ഞങ്ങൾ ലൊക്കേഷനിൽ എത്തി. അപ്പം അത് കുറച്ച് റെഫറൻസ് പിക്ചേഴ്സ് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്തൊരു ഡിസൈനാണ് ഇത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആക്കാൻ കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം മർവമോള് കരയും ഒക്കെ ചെയ്തിരുന്നു. അവളെയും കൂടെ കൂട്ടിയാൽ ഒതുങ്ങിയിരിക്കുന്നു കരുതിയിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ അതിന് ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. ഫുൾ കരച്ചിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് 2 സൈഡ് മാത്രമേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നെദ അയച്ചു തന്ന കുറച്ച് പിക്ചേഴ്സ് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നെദ ഷെരീഫിൻ്റെ പേജിൽ പോയി നോക്കിയാലും നമുക്ക് ഈ പിക്ചേഴ്സൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓർഗാനിക് കോൺസ് ആണെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നെദ സെൻഡ് ചെയ്ത് തന്ന പിക്ചേഴ്സ്. അപ്പോൾ ക്ലാരിറ്റിയോടെ കാണണമെങ്കിൽ നെദ ഷെരീഫിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോയി നോക്കിയാൽ മതി.